ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ JKക്ക് വീട് കൊടുക്കുന്നതിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അർച്ചനയും ചിന്നും കൂടി. അർച്ചനയ്ക്കാണെങ്കിൽ JKക്ക് വാടകയ്ക്ക് വീട് കൊടുക്കാൻ പൂർണ്ണ സമ്മതമാണ്. അർച്ചനയുടെ ആ സന്തോഷം കണ്ട് ചിന്നു ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ JK സാറിന് വീട് കൊടുക്കാൻ എന്നേക്കാൾ താല്പര്യം അമ്മയ്ക്കാണല്ലോ. അമ്മയ്ക്ക് അങ്ങനെ വീട് കൊടുക്കാൻ പൂർണ്ണ സമ്മതമാണെങ്കിൽ അമ്മ തന്നെ JK സാറിനെ വിളിച്ച് പറഞ്ഞോളൂ. ഞാൻ JK സാറിന്റെ നമ്പർ തരാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, നീ തന്നെ JK സാറിനോട് സംസാരിച്ചാൽ മതി. സാറിന്റെ പെർമിഷൻ ഇല്ലാതെ നമ്പർ ആർക്കും കൊടുക്കരുതെന്ന് സാറ് നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ നീ അങ്ങനെ ചെയ്യാൻ പാടുവോ? അങ്ങനെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നോടുള്ള വിശ്വാസം സാറിന് നഷ്ടപ്പെട്ടു പോവും. നിന്നോടുള്ള പരിചയം പോലും സാറ് വേണ്ടെന്ന് വെക്കും. അതുകൊണ്ട് നീ തന്നെ സാറിനെ വിളിച്ച് സംസാരിച്ചാൽ മതിയെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇതിപ്പോ എന്നെ കൊണ്ടായിരിക്കില്ല സാറിന് ശല്യം ഉണ്ടാവുന്നത്, അമ്മയെ കൊണ്ടായിരിക്കുമെന്ന് ചിന്നു അങ്ങനെ അർച്ചനയെ കളിയാക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അർച്ചനയും അനന്തനും മുകുന്ദനും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ വഴിപാടുകളെല്ലാം നടത്തി തൊഴുതിറങ്ങാൻ നേരത്ത് പൂജാരി അച്ചുവിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. അച്ചു പോലീസ് ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണല്ലേ, ഇവിടെ തന്നെ പോസ്റ്റ് കിട്ടുമോ? എന്തായാലും ആ കുട്ടിക്ക് നല്ലതേ വരുള്ളൂ എന്നൊക്കെ പൂജാരി അങ്ങനെ അച്ചുവിന് അനുഗ്രഹം കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് അർച്ചനയ്ക്കും അനന്തനും മുകുന്ദനും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അപ്പോഴാണ് പൂജാരി അർച്ചനയോട് ചോദിക്കുന്നത്, നിങ്ങളടുത്ത് മേനോൻ സാറിന്റെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനില്ലേ, അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഒരു തന്ത്രിയും ഫാമിലിയും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവർക്ക് താമസിക്കാൻ ആ വീട് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പെട്ടെന്ന് തന്നെ പൂജാരിയോട് മറുപടി പറയുന്നുണ്ട്, അത് കൊടുക്കാനായി പറ്റില്ല. എന്റെ മോളുടെ ഒരു അധ്യാപകൻ ആ വീട് ചോദിച്ചിട്ടുണ്ട്, ആ സാറിനാണ് ഞങ്ങൾ ആ വീട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കൊടുക്കാമെന്ന് പറഞ്ഞ് ഇനി വാക്കുമാറ്റി പറയുന്നത് ശരിയല്ലല്ലോ. ആ അധ്യാപകൻ എത്രയും പെട്ടെന്ന് തന്നെ വീട് നോക്കാനായി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അർച്ചന അങ്ങനെ തിരുമേനിയോട് പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട്, എങ്കിൽ ശരി, വേണ്ട, ഞാൻ തന്ത്രിക്കും കുടുംബത്തിനും മറ്റൊരു വീട് നോക്കിക്കോളാം എന്ന് പറയാണ്. അതിനുശേഷം അനന്തനും മുകുന്ദനും അർച്ചനയോട് പറയുന്നുണ്ട്, നമ്മളെ JK സാറിന് ആ വീട് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ. ഈ തന്ത്രിയും കുടുംബം നല്ലവരാണെങ്കിൽ അവരും വന്ന് വീട് നോക്കിക്കോട്ടെ, ആരാണോ നല്ലത് അവർക്ക് കൊടുക്കാമല്ലോ എന്ന് അവരങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അത് വേണ്ട, നമുക്ക് JK സാറിന് തന്നെ കൊടുക്കാം, നമ്മൾ സാറിനോട് പറഞ്ഞതല്ലേ എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ അനന്തനും മുകുന്ദനും ശരിയെന്ന് പറയാണ്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുത് അവര് പോവാനായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രയും രുക്കുവും കൂടി വരുന്നത്. അവരെ കാണുന്നതും രുക്കുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. രുക്കു എന്നിട്ട് അവരെ നോക്കി പറയുന്നുണ്ട്, ഒരുത്തൻ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവനെ കുറിച്ച് അറിയാനോ അവന് വേണ്ടി എന്തെങ്കിലും വഴിപാട് നടത്താനോ ആരുമില്ലല്ലോ, ഭാര്യയായ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ രുക്കു അർച്ചനയെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ചന്ദ്ര അപ്പ പറയുന്നുണ്ട്, ഇന്ന് അച്ചുവിന്റെ ജന്മനക്ഷത്രമല്ലേ, അവന് വേണ്ടി കുറെ പൂജകളും വഴിപാടുകളും നടത്താമെന്ന് വിചാരിച്ചു, അതിനെല്ലാം ആഗ്രഹമുണ്ടായിരുന്നു, അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ അനന്തം പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. എന്നങ്ങനെ അനന്തം പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നിങ്ങൾ അച്ചുവിന്റെ ജന്മനക്ഷത്രം ഓർത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഓർമ്മിപ്പിച്ചത് എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഇന്നു മുതലാണ് നിങ്ങൾക്ക് ഈ ഓർമ്മ പുതുക്കലൊക്കെ ഉണ്ടായത്. അമ്പലത്തിൽ പൂജകളോ വഴിപാടുകളോ എന്തെങ്കിലും നടത്താൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ട് പോവണം എന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വിളിച്ചറിയിക്കുന്നത് എന്തിനാണെന്ന് മുകുന്ദൻ അങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് എന്താടാ ഒരു പുച്ഛം, അത് അച്ചുവിന്റെ ഭാവിയാണ് പ്രധാനം, പക്ഷെ ഇവിടെ ചിലർക്ക് കേസുകളാണല്ലോ പ്രധാനം. ഇത് മാത്രം ആലോചിച്ച് നടക്കുന്നവർക്ക് അനിയന്റെ ജന്മനക്ഷത്രം ഓർക്കാൻ എവിടെയാണ് സമയം എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അച്ചുവിന്റെ വിശേഷങ്ങളെല്ലാം ഇപ്പോ നിങ്ങളല്ലേ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് അവനെ കുറിച്ച് അറിയാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അമ്പാട്ടിൽ നിന്ന് പോന്ന ശേഷം അച്ചുവിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണല്ലോ എന്നങ്ങനെ ചന്ദ്ര പറയാണ്. അർച്ചന അപ്പ പറയുന്നുണ്ട്, അവന്റെ കാര്യത്തിൽ നിങ്ങൾക്കും ഉത്തരവാദിത്വമുള്ളത് നല്ലതാണ്, നിങ്ങൾക്കും ഉത്തരവാദിത്വം ഉണ്ടാവണമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ അനന്തം പറയുന്നുണ്ട്, ഞങ്ങൾ എന്താണെന്ന് അച്ചുവിന് നല്ലോണം അറിയാം, നിങ്ങൾ അവനെ അന്വേഷിക്കാതിരുന്നാലും ഞങ്ങളോട് ഒരു പിണക്കവും ഉണ്ടാവില്ല എന്ന് അനന്തം പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, സഹോദരന്മാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാത്തവളൊന്നുമല്ല അച്ചു, നിങ്ങളുടെ വിശ്വരൂപമൊക്കെ അച്ചുവിന് നല്ലോണം അറിയാം, അതിനെക്കുറിച്ച് നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് ഒന്നും പറയണ്ട എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ മുകുന്ദന് ദേഷ്യം വരികയാണ്. എന്നിട്ട് രുക്കുവിനോട് ദേഷ്യപ്പെടുകയാണ്, ഇത് ക്ഷേത്രമായി പോയി, അല്ലെങ്കിൽ ഇതിന് നല്ല മറുപടി തന്നേനെ എന്ന് മുകുന്ദൻ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാണ്, നിങ്ങൾ ചെയ്തതെല്ലാം നിങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടാവും, പക്ഷേ ഞങ്ങളാരും മറന്നിട്ടില്ല. അങ്ങനെ രുക്കു പറയുമ്പോൾ ചന്ദ്ര അനന്തനോട് പറയുന്നുണ്ട്, അനന്തൻ പറഞ്ഞല്ലോ നിങ്ങളെ ആരും അവൻ മറന്നിട്ടുണ്ടാവില്ലെന്ന്, എന്നിട്ട് എന്താണ് അവൻ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പോയിട്ട് ഇതുവരെ നിങ്ങളെ വിളിക്കുകയോ നിങ്ങളെ കാണണമെന്ന് പറയുകയോ ചെയ്യാത്തത്? മീറ്റിന് അവൻ ഞങ്ങളെയാണ് കാണണമെന്ന് പറഞ്ഞത്, ഞങ്ങളുടെ പേരുകളാണ് അവിടെ കൊടുത്തത്. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അവനെ ഞങ്ങളെ കാണണമെന്നാണ് ആഗ്രഹം,
അതുകൊണ്ടാണ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പേരുകൾ മാത്രം എഴുതി കൊടുത്തതെന്ന് രുക്കുവും ചന്ദ്രയും വളരെ അഹങ്കാരത്തോടെ പറയുകയാണ്. ആ ചന്ദ്ര എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, നിങ്ങൾ അച്ചുവിനെ കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ചതല്ലേ, എന്നിട്ട് എന്തേ നടന്നോ? നിങ്ങളെ ഓർത്തിട്ട് വേണ്ടേ നിങ്ങൾക്ക് വേണ്ടി പെർമിഷൻ എടുക്കാൻ? അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ അർച്ചനയും അനന്തനും മുകുന്ദനും ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അതുവഴി തിരുമേനി വരുന്നത്. ചന്ദ്ര എന്നിട്ട് തിരുമേനിയോട് പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ കുറച്ച് വരാൻ വൈകിപ്പോയി. ചന്ദ്ര പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അല്ല തിരുമേനി, ഇന്ന് ഞങ്ങൾക്ക് എന്റെ ഭർത്താവിന് വേണ്ടി എല്ലാ പൂജകളും നടത്തണം. ഒരു അവിട്ടം നക്ഷത്രം പൂജകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ രുക്കുവും ചന്ദ്രയും കൂടി പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട്, ഇന്നത്തെ പൂജകൾ ബുക്ക് ചെയ്യാനായി കഴിയില്ലല്ലോ. പൂജകളെല്ലാം അയാൾക്ക് വേണ്ടി അർച്ചന വക്കീൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നങ്ങനെ തിരുമേനി പറയുന്ന സമയത്ത് രുക്കുവും ചന്ദ്രയും ആകെ ഞെട്ടുകയാണ്. അവരങ്ങനെ അർച്ചനയുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കുകയാണ്. തിരുമേനി എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് അർച്ചന വക്കീലിന്റെ പൂജകൾ മാത്രമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു പോവുകയാണ്. അർച്ചനയാണെങ്കിൽ രുക്കുവിനെയും ചന്ദ്രയെയും നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, രുക്കു, നീ നിന്റെ ഭർത്താവിനെ പറ്റിയും കുടുംബത്തെ പറ്റിയും നിന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ഭർത്താവിനെ ഓർക്കുന്നത് പോലെ അവനെ ഞങ്ങളും ഓർക്കുന്നുണ്ട്. അർച്ചന പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, നിങ്ങളെ പോലെ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വിളിച്ചു പറയുന്ന ശീലം അമ്പാട്ടുകാർക്കില്ല. അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, രണ്ടാളും തൊഴാൻ വന്നതല്ലേ, പോയി തൊഴുതിട്ട് വായോ. പൂജ നടക്കാത്തതുകൊണ്ട് നിരാശപ്പെടേണ്ട, അടുത്ത മാസവും ജന്മനക്ഷത്രമുണ്ടല്ലോ. പൂജകൾ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അപ്പൊ ചെയ്തോളൂ എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ നാണം കെട്ടുകൊണ്ട് രുക്കും ചന്ദ്രയും കൂടി അമ്പലത്തിനകത്തേക്ക് തൊഴാനായി പോവുകയാണ്. അമ്പലത്ത് പുറത്തു വെച്ചതിനു ശേഷം അർച്ചനയാണെങ്കിൽ അനന്തനെയും മുകുന്ദനെയും ശ്രദ്ധിക്കുന്നുണ്ട്. അവരാകെ നിരാശയിലാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട്, രണ്ടുപേർക്കും എന്തു പറ്റി, ഇവരെ കണ്ടുമുട്ടിയതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവരങ്ങനെ പറയുന്നുണ്ട്, അതൊന്നല്ല ചേച്ചി, ഞങ്ങൾ അച്ചുവിനെ കുറിച്ച് ആലോചിച്ചു പോയി. ഫാമിലി മീറ്റിന് അവൻ ചന്ദ്രകാന്തക്കാരെ മാത്രമല്ലേ ക്ഷണിച്ചത്, നമ്മൾ പോകുന്നത് അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ എന്ന് അനന്തൻ അങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, എന്നോടുള്ള ദേഷ്യം ഇനിയും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. തെറ്റിദ്ധാരണ അവന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് എന്നെ കാണാൻ അവൻ ആഗ്രഹിക്കാത്തത്. ഞങ്ങളില്ലെങ്കിലും ചേച്ചിയെയും ചിന്നുമോളെയും കാണുന്നതിന് അവൻ എന്താണ് തടസ്സം എന്ന് മുകുന്ദൻ അങ്ങനെ ചോദിക്കുമ്പോൾ അനന്തൻ പറയുന്നുണ്ട്, അച്ചുവിനെ കുറിച്ച് ഒരു വ്യക്തതയുമില്ലല്ലോ ചേച്ചി, നമ്മളെ എല്ലാവരെയും മറന്നോ? എന്തായാലും ചന്ദ്രകാന്തക്കാര് അച്ചുവിന്റെ മനസ്സിൽ ഓരോന്നും നമ്മളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെല്ലാം അനന്തൻ അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവന് ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമ്മളെ മറന്നു പോവുള്ളൂ. അങ്ങനെയൊന്നും തോന്നുന്നില്ല, അവൻ നമ്മളെ അങ്ങനെ വേണ്ടെന്ന് വെക്കൊന്നുമില്ല. എന്തായാലും നമ്മളെയൊന്നും മറക്കാൻ പോകുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കണം. ഇനി എത്ര വലിയ പോലീസുകാരനായാലും ശരി, നമ്മളെ മറന്നിട്ട് അവനൊന്നും ചെയ്യില്ല. അവര് പറഞ്ഞത് ശരിയാണെങ്കിൽ അവര് പോയി ഇവനെ കാണട്ടെ, അവനെ കാണാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിക്കാം. ഇതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഇപ്പൊ തന്നെ ഒരുപാട് സമയമായില്ലേ, നിങ്ങൾ വേഗം തന്നെ ഓഫീസിലേക്ക് പോവാൻ നോക്കുകയെന്ന് അർച്ചന അങ്ങനെ ഇതിനോടും മുകുന്ദനോടും പറയാണ്. അവരപ്പൊ ശരി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ വേഗം തന്നെ വണ്ടി എടുത്തുകൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ്. എന്നാൽ പോകുന്ന വഴി പെട്ടെന്ന് വണ്ടി കേടാവുകയാണ്. അർച്ചന എന്നിട്ട് സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങി എന്താണ് കംപ്ലൈന്റ് എന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഇത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. 11 മണിക്ക് കേസുള്ളത് കൊണ്ട് തന്നെ അർച്ചനയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ദീപ്തി അർച്ചനയെ വിളിക്കുന്നത്. അർച്ചനെ, നീ എവിടെ? 11 മണിക്ക് കേസുള്ളതല്ലേ, ഈ അറ്റൻഡ് ചെയ്യേണ്ട കേസാണിത്, നീ വന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിക്കുന്നുണ്ട്, നിന്നെ അവര് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ദീപ്തി അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്റെ വണ്ടി കേടുവന്നു, ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, വല്ല ഓട്ടോറിക്ഷയും എടുത്തിട്ട് വായോ, പെട്ടെന്ന് തന്നെ വായോ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇതിലൂടെ ഒരു ഓട്ടോയും വരുന്നത് കാണാനില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന ഫോണ് കട്ട് ചെയ്യുകയാണ്. ഒരു ഓട്ടോ പോലും കാണുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് JK ആ വഴി ഒരു ഓട്ടോയിൽ വരുന്നത്. എന്നിട്ട് വേഗം തന്നെ ആ ഓട്ടോറിക്ഷ തടുക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൽ JK കാണുന്നത്. ഇയാളായിരുന്നു വണ്ടിയിലെന്ന് അർച്ചന അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. JK ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട്, എന്താണ് ഭവതി ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇന്ന് കോടതിയിൽ കേസ് ഉണ്ടാവില്ലേ, തന്നെ ഒരുപാട് ലേറ്റ് ആയല്ലോ, നിങ്ങൾ പോകുന്ന വഴിക്കാണ് എനിക്കും പോവേണ്ടത്, നിങ്ങൾ ഇതിലേക്ക് കയറിക്കോളൂ, നിങ്ങളെ അവിടെ ഇറക്കി തരാമെന്ന് JK അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വേണ്ട, ഞാൻ മറ്റേതെങ്കിലും വണ്ടിയിൽ പോയിക്കോളാമെന്ന് പറയാണ്. JK അപ്പൊ പറയുന്നുണ്ട്, ഇന്ന് ഓട്ടോറിക്ഷകളെല്ലാം പണിമുടക്കിലാണ്, അതുകൊണ്ട് ഒരു വണ്ടിയും ഉണ്ടാവില്ല, നിങ്ങൾ ഇതിലേക്ക് കയറിക്കോളൂ എന്ന് പറയുമ്പോൾ അർച്ചന വേണ്ട എന്ന് തീർത്ത് പറയാണ്. ഓട്ടോ ഡ്രൈവർ അപ്പൊ പറയുന്നുണ്ട്, വക്കീലെ, ഇന്ന് വണ്ടികളില്ല, അതുകൊണ്ട് ഇവിടെ നിന്നും കോടതിയിലേക്ക് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇതിലേക്ക് കയറിക്കോളൂ എന്ന് പറയാണ്. അർച്ചന അപ്പൊ വീണ്ടും പറയുന്നുണ്ട്, അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, ശരി, ഞങ്ങളുടെ സഹായം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞ് JK വണ്ടിയിലേക്ക് കയറാനായി പോകുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട, 50-50 ഷെയർ ഇട്ടുകൊണ്ട് നമുക്ക് ഇതിൽ പോവാം, അങ്ങനെയെല്ലാം പൊതുവാഹനങ്ങളിൽ ആൾക്കാർ ചെയ്യാറുണ്ടല്ലോ, എന്തായാലും എന്റെ വണ്ടി ഒന്ന് ലോക്ക് ചെയ്യട്ടെ എന്ന്
എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന വണ്ടിയും ലോക്ക് ചെയ്തുകൊണ്ട് ഓട്ടോയിൽ കയറാനായി പോകുമ്പോൾ JK പറയുന്നുണ്ട് കൂടി വക്കീലിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിൽ വക്കീലിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വക്കീൽ ഈ വണ്ടിയിൽ പോയിക്കോളൂ, നടന്നു പോയിക്കോളാം എന്ന് JK അങ്ങനെ പറയാണ്. അർച്ചന അപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ കുറച്ച് അപ്പുറത്ത് തന്നെ ഇറങ്ങുമല്ലോ എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട് താങ്ക്സ് ശരിക്കും വക്കീൽ എന്നോടാണ് പറയേണ്ടിയിരുന്നത്, പക്ഷേ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് JK അർച്ചനയോട് ഓട്ടോയിൽ കയറാനായി പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഓട്ടോയിൽ ഒരുമിച്ച് അങ്ങനെ പോവുകയാണ്. അർച്ചനയ്ക്കാണെങ്കിൽ 11 മണിക്ക് കോടതിയിൽ േണ്ടതുകൊണ്ട് തന്നെ ആകെ ടെൻഷനാണ്. ഇടയ്ക്ക് JKയെ നോക്കുന്നുണ്ട്. JKയും അർച്ചനയെ ഇടയ്ക്ക് അങ്ങനെ നോക്കുകയാണ്. JK ഇപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് വക്കീൽ എന്താണ് തനി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന JKയോട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ JK ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.